നമസ്തേ. അപ്പോൾ രാമായണ മാസമാണ്. ജടായു ഗതി എന്ന് പറഞ്ഞ ഒരു ചെറിയ കഥയാണ് പറയുന്നത്. ജടായുവിൻ്റെയും സമ്പാദിയുടെയും കഥയാണ്. സൂര്യൻ്റെ തേരാളിയായ അരുണന് ശ്വേനി എന്ന പക്ഷിണിയിൽ 2 പുത്രന്മാരുണ്ടായി. അവരിൽ ഇളയവനാണ് ജടായു, മൂത്തവൻ സമ്പാദിയും. ഈ 2 പക്ഷികളും ശ്രീരാമനെ ലക്ഷ്യനിർവഹണത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിക്കുന്നത് നമുക്ക് കാണാം. രാമായണത്തിൽ അത് വ്യക്തമായിട്ടുണ്ട്. കുട്ടികൾ പൊതുവെ ഓട്ടപ്പന്തയം വെക്കുക പതിവാണല്ലോ. പക്ഷിക്കുട്ടികളായ ജടായുവിനും സമ്പാദിക്കും അങ്ങനെ ഒരു മത്സരമായാൽ കൊള്ളാമെന്ന് തോന്നി. അതുമാത്രമല്ല, അതൊരു പറക്കൽ മത്സരം കൂടി ആയിരുന്നു. ലക്ഷ്യമാകട്ടെ സൂര്യനും. അങ്ങോട്ട് പറന്നാൽ 2 ഉണ്ട് കാര്യം. കൂടുതൽ കഴിവ് ആർക്കാണെന്ന് നിശ്ചയിക്കുകയും ചെയ്യാം. പിന്നെയോ അച്ഛനായ അരുണനെ ഒന്ന് കാണുകയും ചെയ്യാം. അങ്ങനെ അവർ പറന്നുയരാൻ തുടങ്ങി. അപ്പോഴാണ് സൂര്യരശ്മികളുടെ ചൂട് ശരിക്കും ബോധ്യമായത്. അനിയൻ തളരുന്നത് കണ്ട് സമ്പാദി മുകളിലേക്ക് കയറി പറന്നു. അവനെ സ്വന്തം ചിറകിനടിയിലാക്കി താഴേക്ക് മടങ്ങാൻ നിർബന്ധിച്ചു. അങ്ങനെ അവർ ഭൂമിയിലേക്ക് മടങ്ങിയപ്പോൾ ജടായുവിന് കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷേ സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞു പോയിരുന്നു. അവൻ ദക്ഷിണ സമുദ്രത്തിനടുത്തുള്ള ഒരു പർവ്വതത്തിൽ വീണു. ജടായു മറ്റൊരു കുറ്റിക്കാട്ടിലും വീണു. പഞ്ചവടി എത്തുന്നതിന് തൊട്ടു മുമ്പേ വഴിമധ്യേ കണ്ട ഭീകരനായ പക്ഷിയെ ഏതോ രാക്ഷസനാണെന്ന് സംശയിച്ച് ശ്രീരാമൻ കൊല്ലാൻ ഭാവിക്കുന്നുണ്ട്. അത് ജടായുവാണ്. എന്നെ കൊല്ലരുതേ, ഞാൻ അങ്ങയുടെ പിതാവിന് സുഹൃത്തായിട്ടുള്ള ജടായുവാണെന്ന് അറിയിച്ചപ്പോൾ ശ്രീരാമൻ തെല്ലൊന്ന് ലജ്ജിച്ചു പോയി. ശരി, നീ എൻ്റെ വാസസ്ഥലത്തിനടുത്ത് തന്നെ കഴിഞ്ഞുകൊള്ളൂ എന്ന് രാമൻ ജടായുവിനോട് പറഞ്ഞു. അങ്ങനെ ജടായു രാമാദികൾക്ക് ഒരു കാവൽ പക്ഷി പോലെയായി. അങ്ങനെ ഇരിക്കെയാണ് തന്ത്രശാലിയായ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. സീത ഉറക്കെ നിലവിളിച്ചെങ്കിലും മായാമൃഗത്തിൻ്റെ പിറകെ പോയ രാമലക്ഷ്മണന്മാർ അത് കേട്ടില്ല. ജടായുവാകട്ടെ കേൾക്കേണ്ട താമസം ആകാശത്തിലേക്ക് കുതിച്ചുയർന്ന് മോഷ്ടാവിനെ എതിരിട്ടു. അങ്ങനെ രാവണൻ്റെ ദേഹശക്തിയും വരശക്തിയും ജടായുവിന് പ്രശ്നമായിരുന്നില്ല. അവൻ രാവണൻ്റെ ദേഹം കൊക്കും നഖങ്ങളും കൊണ്ട് കീറി മുറിച്ചു. തേരും തകർത്തു. രാവണന് ഗത്യന്തരമില്ലാതായി. ഒടുവിൽ ശിവനാൽ നൽകപ്പെട്ട ചന്ദ്രഹാസം എന്ന വാളിനാൽ ജടായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തിയിട്ടാണ് രാവണൻ സീതയുമായി ലങ്കയിലേക്ക് പറന്നത്. അപ്പോൾ ദുഃഖിതയായ സീതാദേവി ജടായുവിനെ നോക്കിയിട്ട് മനസ്സലിവോടെ ഇങ്ങനെ പറഞ്ഞു: ശ്രീരാമദേവനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞതിന് ശേഷമേ നിനക്ക് ജീവൻ നഷ്ടമാവുകയുള്ളൂ. അങ്ങനെ താമസിയാതെ രാമലക്ഷ്മണന്മാർ ആ വഴിക്കെത്തി. സീതയെ കാണാതായതിൻ്റെ തീവ്ര ദുഃഖത്താലും ഉത്കണ്ഠയാലും ശ്രീരാമൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു. കാഴ്ച മങ്ങിയിരുന്നു. അത്തരം ഘട്ടങ്ങളിൽ നല്ലത് കണ്ടാലും ചീത്തയാണെന്ന് ആരും സംശയിക്കുകയോ അല്ലെങ്കിൽ ഭയക്കുകയോ ഒക്കെ ചെയ്തേക്കാം. ശ്രീരാമനും അങ്ങനെ സംശയിച്ചു പോയി. ശ്രീരാമൻ പറയുകയാണ്: ഈ സ്ഥലത്തൊരു യുദ്ധം നടന്നതായി തോന്നുന്നല്ലോ ലക്ഷ്മണ. തകർന്ന തേരതാ കിടക്കുന്നു. അപ്പുറത്ത് കൊക്കു പിളർത്തി ചോരയിൽ മുങ്ങിയ ഒരു ഭീകര ജന്തുവും. ഈ രാക്ഷസൻ എൻ്റെ സീതയെ ഭക്ഷണമാക്കിയെന്നാണ് തോന്നുന്നത്. ഇവനെ ഞാൻ ഉടനെ കൊല്ലുന്നുണ്ട്. അത് കേട്ടപ്പോൾ വിവശനായ ജടായു പറഞ്ഞു: ഞാൻ കൊല്ലപ്പെടേണ്ടവനല്ല, അങ്ങയുടെ ദാസനായ ജടായുവാണ്. ലങ്കാധിപനായ രാവണൻ അങ്ങയുടെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ തടഞ്ഞു. പക്ഷേ ആ ദുഷ്ടൻ എൻ്റെ ചിറകരിഞ്ഞു കളഞ്ഞതിനാൽ ദേവിയെ രക്ഷിക്കാൻ എനിക്കായില്ല. മരണാസന്നനായ എന്നെ അങ്ങ് ദയവായിട്ട് അനുഗ്രഹിക്കണം. അപ്പോൾ ശ്രീരാമന് സങ്കടം കൂടുതലായി. മുമ്പും ഈ നല്ല സുഹൃത്തിനെ ഞാൻ ശങ്കിച്ചു പോയിട്ടുണ്ടല്ലോ. മനസ്സ് നിർമ്മലമല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ സംഭവിക്കാം. ചുറ്റിലും രാക്ഷസന്മാരുണ്ട്, സൂക്ഷിച്ചു വേണം വനയാത്ര എന്ന് അഗസ്ത്യ മഹർഷി ഓർമ്മപ്പെടുത്തി വിട്ടതിന് തൊട്ടു പിന്നാലെയാണ് താൻ ജടായുവിനെ കണ്ട് സംശയിച്ചു പോയത്. ഇപ്പോഴിതാ ഈ ദുഃഖ പാരമ്യത്തിലും. ശ്രീരാമൻ പിന്നെ ജടായുവിൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ച് തലോടി. ഭഗവാനെ തന്നെ കണ്ട് ജടായു ജീവൻ വെടിയുകയും ചെയ്തു. ലക്ഷ്മണനോട് പറഞ്ഞു ചിതയൊരുക്കി ജടായുവിനെ ദഹിപ്പിക്കുകയും സ്വന്തം കുടുംബത്തിലെ മുതിർന്നവർ മരിച്ചാലെന്ന പോലെ ശേഷക്രിയകൾ നടത്തുകയും ചെയ്തു ശ്രീരാമൻ. ജടായുവിൻ്റെ ആത്മാവ് അപ്പോൾ ഒരു ദിവ്യ ജ്യോതിയായി ഉയർന്നു. ശ്രീരാമനെ ഭക്തി നിർഭരമായി സ്തുതിക്കുന്നുണ്ട്. സംപ്രീതനായ രാമൻ ജടായുവിനെ വിഷ്ണു സാരൂപ്യത്തോടെ വിഷ്ണു പാർഷദരാൽ പൂജിതനായി വിഷ്ണുലോകം പ്രാപിക്കാൻ അനുഗ്രഹം നൽകുന്നു.
ആ ജടായുവിൻ്റെ മഹാഭാഗ്യം നോക്കണേ. മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല. ഏത് കുലത്തിൽ എങ്ങനെ പിറന്നാലും സാരമില്ല. ധർമ്മത്തെ സഹായിച്ചും അധർമ്മത്തെ എതിർത്തും ആത്മാർത്ഥ ഭക്തിയോടെ ജീവിക്കുന്ന ആർക്കും പരമപദം പ്രാപിക്കാവുന്നതേയുള്ളൂ. അപ്പോൾ ഈ ജടായു ഗതി എന്ന് പറഞ്ഞ കഥ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുക. ഈ രാമായണ മാസം ആചരിക്കാൻ പൂർവികർ തുടക്കമിട്ടത് മുഖ്യമായും 2 ലക്ഷ്യങ്ങളോടെ ആകണം. ഒന്ന്, ഭക്തിയിലൂടെ ജനങ്ങളെ ആകർഷിച്ച് ഭാഷാശക്തിയും ഭാവനയും വളർത്തലാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിക്കാനുള്ള സഹനശക്തിയും ആത്മബോധവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രീരാമ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്നിട്ടും ദീർഘവും ദുരിതപൂർണവുമായിരുന്നു ആ ജീവിതയാത്രയെന്ന് നാം മനസ്സിലാക്കണം. പക്ഷേ അദ്ദേഹം ഒട്ടും പതറിയില്ല. ശാന്തനായി സമചിത്തതയോടെ ധീരതയോടെയാണ് ആ യാത്ര പൂർത്തീകരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള ഒട്ടേറെ കഥകളാണ് രാമായണത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത്. അടുത്ത ഒരു കഥയുമായിട്ട് വീണ്ടും വരാം.